ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നമുക്ക് ലഭിച്ച ഈ നല്ല അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം ഇന്ന് പഠിച്ച വിഷയം ഏതാണ്? രക്തത്താലുള്ള വീണ്ടെടുപ്പ്. എന്താണ് രക്തത്താലുള്ള വീണ്ടെടുപ്പ്? എന്താണ് വീണ്ടെടുപ്പ്? നാം വചനം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് ദൈവജനത്തിൽ കാണുവാൻ സാധിക്കും വീണ്ടെടുപ്പിൻ്റെ പല വാക്യങ്ങളെപ്പറ്റി. പല രീതിയിൽ വീണ്ടെടുപ്പ് ദൈവജനത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്താണ് വീണ്ടെടുപ്പ്? വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വിഷയം തന്നെ വീണുപോയ മനുഷ്യനും വീണ്ടെടുപ്പുകാരനായ ദൈവവും എന്നുള്ള പ്രധാനപ്പെട്ട വിഷയമാണ്. നാം എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വീണ്ടെടുപ്പിനെ പറ്റി സ്പഷ്ടമായിട്ട് സൂചിപ്പിക്കുന്നത് കാണാം. നിങ്ങളുടെ ബൈബിൾ ഉണ്ടെങ്കിൽ ദയവായി എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം ഒന്ന് വായിക്കാമോ? അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. വീണ്ടെടുപ്പ്, അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ്. ഇവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: മനുഷ്യൻ പാപത്തിന് അടിമയാണ്, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവനാണ്. അതിൻ്റെ തിക്തഫലം മരണമായിരുന്നു. പാപം മനുഷ്യൻ്റെ യജമാനനും മനുഷ്യൻ അതിന് അടിമയുമായി. അത് മനുഷ്യൻ്റെ വിടുതലിന് വേണ്ടിയുള്ള വില ചോദിക്കുന്നു. ആ വില മുഴുവനും കൊടുത്ത് വീണ്ടും വാങ്ങണം. അങ്ങനെ മേൽപ്പറഞ്ഞ വാക്യങ്ങൾ, മേൽപ്പറഞ്ഞ വചനങ്ങളെല്ലാം അതിന് സ്പഷ്ടമായി നാം വായിക്കുമ്പോൾ നമുക്ക് ദൈവജനത്തിൽ അത് സ്പഷ്ടമായിട്ട് കാണുവാൻ സാധിക്കും. വീണ്ടെടുപ്പ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഇങ്ങനെയാണ്: അപ്പോസ്തലനായ പൗലോസ് വീണ്ടെടുപ്പിനെ പറ്റി 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയാമോ? അവിടെ വായിക്കുന്നത് വീണ്ടെടുപ്പുകാരൻ. ആരായിരുന്നു നമ്മുടെ വീണ്ടെടുപ്പുകാരൻ? പിന്നെ നാം കാണിക്കുന്നത് വീണ്ടെടുക്കപ്പെട്ടവർ. ആരെയാണ് വീണ്ടെടുക്കപ്പെട്ടത്? വീണ്ടെടുപ്പിൻ്റെ വില, എന്തുമാത്രം വില കൊടുത്താണ് ഞാനും നിങ്ങളും വീണ്ടെടുപ്പ് സാധിച്ചത്, വീണ്ടെടുപ്പിൻ്റെ വില. പിന്നെ കാണുന്നത് വീണ്ടെടുപ്പിൻ്റെ ഫലം. പിന്നെ കാണുന്നത് വീണ്ടെടുപ്പിൻ്റെ കാരണം. എന്ത് കാരണത്തിന് വേണ്ടിയാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്തത്? ആരാണ് വീണ്ടെടുപ്പുകാരൻ? ആരാണ് വീണ്ടെടുപ്പുകാരൻ? നാം എഫേസ്യ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്: അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. സ്നേഹത്തിൽ നമ്മെയും മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. എന്താണ് അത് എഴുതിയിരിക്കുന്നത്? പ്രിയനായവനിൽ വീണ്ടെടുത്തു. അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ്. ആരാണ് ആ പ്രിയനായവൻ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് ആ പ്രിയനായവൻ. ആ പ്രിയനായവൻ്റെ സന്നിധിയിലേക്കാണ് നാം ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. എത്ര പേർക്ക് ആ സന്തോഷമുണ്ട്? ഇവിടെ കൂടി എത്ര പേർക്ക് ആ സന്തോഷമുണ്ട്? ആ പ്രിയനായ നമ്മുടെ കർത്താവായ യേശു, പിതാവിൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ. നോക്കിയാട്ടെ, അടിമച്ചന്തയിൽ നമ്മെ വിലയ്ക്ക് വാങ്ങിയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, വെറും പാപികളും ദോഷികളുമായ നമ്മെ സ്നേഹിച്ച് തൻ്റെ സ്വന്തം രക്തം കൊണ്ട് വിടുവിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമുക്കറിയാമോ, നാം വീണ്ടെടുപ്പിനെ പറ്റി പഠിക്കുമ്പോൾ, വീണ്ടെടുപ്പ് എന്ന മഹാവിഷയം നാം പഠിക്കുമ്പോൾ, പഴയ നിയമത്തിൽ രൂത്തിൻ്റെ പുസ്തകമുണ്ട്. ആ രൂത്തിൻ്റെ പുസ്തകം കൂടാതെ വീണ്ടെടുപ്പ് പഠിക്കുവാൻ സാധിക്കത്തില്ല. അവിടെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് അവിടെ വീണ്ടെടുപ്പുകാരൻ ആരായിരിക്കണം, അല്ലെങ്കിൽ വീണ്ടെടുപ്പുകാരൻ്റെ യോഗ്യതകൾ എന്തായിരിക്കണം എന്നെല്ലാം അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അഥവാ വീണ്ടെടുപ്പുകാരൻ്റെ യോഗ്യതകൾ എന്തെല്ലാമാണെന്നും അവിടെ കാണുന്ന ഇങ്ങനെയാണ്. രൂത്ത് എഴുതിയ ഈ പുസ്തകം 4 അധ്യായങ്ങൾ കാണുന്നത് അവിടുത്തെ ചാർച്ചയിൽപ്പെട്ടവനായിരിക്കണം, വീണ്ടെടുക്കുവാൻ മനസ്സുള്ളവനായിരിക്കണം, വീണ്ടെടുപ്പിന് ആവശ്യമായ വില കൊടുക്കുവാൻ തക്ക ധനികനായിരിക്കണം. പിന്നെ കാണുന്നത് സ്വന്തം അവകാശം നഷ്ടപ്പെടുത്തുവാൻ മനസ്സുള്ളവനായിരിക്കണം.
കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾ ഒന്ന് ചിന്തിച്ചിട്ട് ആയിട്ട്, അവൻ അടുത്ത ചാർച്ചയിൽപ്പെട്ടവനായി തീർന്നു. നമ്മുടെ കർത്താവ് നമ്മെ വീണ്ടെടുക്കുവാൻ മനസ്സുള്ളവനായിരുന്നു. നമ്മുടെ കർത്താവ് ധനികനായിരുന്നു. ഈ ഭൂമിയുടെ സകലത്തിൻ്റെയും ഉടയനായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. സകലവും വെടിഞ്ഞ് ഈ താണ ഭൂമിയിലേക്ക് നമ്മെ വീണ്ടെടുക്കുവാൻ കടന്നു വന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഇതിൽ കൂടെ നമുക്ക് എന്താണ് വേണ്ടത് പ്രിയ മക്കളെ? വീണ്ടെടുക്കപ്പെട്ടവരായ നാം വിശുദ്ധരും ക്രിസ്തുയേശുവിൽ വിശ്വാസികളുമായവർ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ന്യാതി പ്രയോഗങ്ങൾ അവിടെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നു. ഈ അടിമച്ചന്തയിലേക്ക് പാപത്തിൻ്റെ ദാസന്മാരായി വിൽക്കപ്പെട്ടവരെ വില കൊടുത്ത് വാങ്ങുവാൻ മനസ്സോടെ വന്ന പരമസമ്പന്നൻ, അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്, അവൻ വാഴ്ത്തപ്പെട്ടവനാണ്. ആ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് ഞാനും നിങ്ങളും ഇന്നിവിടെ ആരാധിക്കാൻ കടന്നു വന്നിരിക്കുന്നത്. ആത്മാവിലും സത്യത്തിലും നാം അവൻ ആരാധിക്കാൻ കടന്നു വന്നിരിക്കുകയാണ്. അതാണ് ഞാൻ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിലും വായിക്കുന്ന ഇങ്ങനെയാണ്: കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. എത്ര വലിയ സ്നേഹം! ആ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മളെല്ലാം ഒരുമിച്ച് കൂടി വന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ആത്മാവിലും സത്യത്തിൽ ആരാധിക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും അത് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആ ഭാഗ്യ അവസ്ഥയെപ്പറ്റി നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? വീണ്ടെടുപ്പിന്റെ വില, കാൽവറിയിലെ മാനവ രക്തത്തിന്റെ വീണ്ടെടുപ്പിന്. എന്താണ് വീണ്ടെടുപ്പിന്റെ വില? അതാണ് ആദ്യം വായിച്ചത്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിലും വായിച്ചിങ്ങനെയാണ്: അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ വീണ്ടെടുപ്പുണ്ട്. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ നമ്മുടെ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. വീണ്ടെടുപ്പിന്റെ വില ഇവിടെ വായിക്കുന്നതാണ്: നമ്മുടെ വീണ്ടെടുപ്പ് വില ക്രിസ്തുയേശുവിന്റെ രക്തമാണ്. രക്തത്താലുള്ള വീണ്ടെടുപ്പ്, ക്രിസ്തുയേശുവിലുള്ള വീണ്ടെടുപ്പ്. എത്ര പേർക്ക് ആ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്? കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിപ്പാൻ, കർത്താവായ യേശു ക്രിസ്തുവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ എത്ര പേർക്ക് ആ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്? അതാണ് പാട്ടിൽ എഴുതിക്കുന്നത്: ദൈവമക്കളെ, ദൈവമക്കളെ, നാം എത്ര ഭാഗ്യശാലികളായിരിക്കുന്നു. ഈ ഭാഗ്യ അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ നമുക്ക് ദൈവമൊരുക്കിയ മഹാമാർഗം. ഈ മാർഗം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർ രക്ഷിക്കപ്പെടും. അങ്ങനെയുള്ളവർ മഹത്വം കാണും. അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. ഇതൊന്നും വെറുതെ വായിച്ച് സമയം കളയാനുള്ളതല്ല. ഇതിൽ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം കടന്നു വരുവാൻ, അവനെ അറിയുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഉള്ള അവസ്ഥ. അതാണ് നാം വായിക്കുന്നത്. യോബ് എഴുതിയ പുസ്തകം 19-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന ഇങ്ങനെയാണ്: എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. നമ്മെ വീണ്ടെടുത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്നും ജീവിക്കുന്നു, എന്നും ജീവിക്കുന്നു. നമുക്ക് വേണ്ടി അവൻ മധ്യസ്ഥ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യോബ് എഴുതിയിരിക്കുകയാണ്: അവൻ അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണ് കൊണ്ട് അവനെ ഞാൻ കാണും. എത്ര പേര് അതിൽ വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ ചേർക്കുവാൻ അധികം താമസമില്ലാതെ കടന്നു വരും. ആ കർത്താവിനെ നേരിട്ട് കണ്ട്, മുഖാമുഖം കണ്ട് അവൻ ആരാധിപ്പാൻ നമുക്കൊരു ദിവസമുണ്ട്. ആ ദിവസത്തിന് വേണ്ടി നാം എല്ലാവരും ഉണർന്നിരിക്കുക. ആ ദിവസത്തിന് വേണ്ടി നാം എല്ലാവരും വാഞ്ചിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം നമുക്ക് വരും. ആ വാഞ്ചിതയോടുകൂടി നാം അവനെ കർത്താവിനെ എതിരേൽക്കാൻ ഒരുങ്ങിയിരിക്കുമ്പോൾ അവൻ കടന്നു വന്ന് നമ്മെ എതിരേറ്റു കൊണ്ടുപോകും. ഭാഗ്യമുള്ള ദൈവമക്കൾ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എല്ലാ മഹത്വവും ഞങ്ങൾ തിരുമ്പിൽ സമർപ്പിക്കും. ഈ വചനത്തിനായി സ്തോത്രം, ഇത് കേൾക്കുന്നവർക്കായി സ്തോത്രം. കർത്താവിനെ കണ്ടെത്തുവാൻ, കർത്താവെ അങ്ങേ വിശ്വസിപ്പാൻ, അങ്ങേക്ക് എല്ലാ മഹത്വം കരയറ്റുവാൻ കർത്താവ് ഒരുക്കിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ നാമത്തെ വാഴ്ത്തട്ടെ. എല്ലാ സ്തുതിയും സ്തോത്രവും ബഹുമാനവും പുകഴ്ചയും എല്ലാം കർത്താവെ ഞങ്ങൾ തൃപ്പാത്തിൽ അർപ്പിക്കുന്നു. ദൈവം ഒരുക്കിയ എല്ലാ വിലകൾക്കായി സ്തോത്രം. നന്ദിയോടെ നാമത്തെ ഈ സഭയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കൃപ കൊണ്ട് നിറച്ചാട്ടെ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.